ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിനു കോട്ടയം. ഇന്ന് എൻ്റെ മകൾക്ക് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ പ്രേക്ഷകർ എല്ലാവരും അറിയണം. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കുട്ടികളും അച്ഛനോട് കാണിക്കരുത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒരു കാരണവശാലും സ്കിപ്പാക്കി കളയരുത്. എല്ലാവരും മുഴുവനും കാണണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, പ്ലീസ്. കണ്ടില്ലേ എങ്ങനെ ഉണ്ടെന്ന് പറ. 3 വയസ്സുള്ള കൊച്ചിന് മുടി കളർ ചെയ്യണം, അത്രയും മുടി കളർ ചെയ്യണം. അങ്ങനെ വീണാമ കുറേ നാളായിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഇവരുടെ മുടി ഒന്ന് കളർ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ ആശ്രമത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി എന്തായാലും ഉത്സവത്തിനൊക്കെ ഞങ്ങളുടെ ഒരു വർഷത്തെ ഏറ്റവും വലിയൊരു കാത്തിരിപ്പ് എന്ന് പറയുന്നതാണ് ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ്റെ ജന്മദിന മഹോത്സവം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് തയ്യാറെടുപ്പാണ്. കാരണം വീണാമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കണം, എനിക്ക് ഡ്രസ്സ് എടുക്കണം, കുഞ്ഞിക്കിളിക്ക് ഡ്രസ്സ് എടുക്കണം. ഈ ഡ്രസ്സ് എടുപ്പ് തന്നെ കുറേ നാളത്തെ എന്ന് പറയാൻ അറിയാമല്ലോ, നമ്മൾ ഒരു വർഷത്തെ കാത്തിരിപ്പാണല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് ഡ്രസ്സെല്ലാം എടുത്ത് ഞങ്ങൾ പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വീണാമ്മ എന്നോട് പറഞ്ഞു, ചേട്ടായി നമുക്ക് കുഞ്ഞിൻ്റെ മുടിയൊന്ന് വെട്ടണ്ടേ. ശരി, അപ്പോൾ കുഞ്ഞിൻ്റെ മുടി സാധാരണ നിങ്ങളെല്ലാം കാണുന്നില്ല, ഞാനാണ് എപ്പോഴും കുഞ്ഞിക്കിളിയുടെ മുടിയൊക്കെ വെട്ടുന്നത്. പക്ഷേ ഞങ്ങൾക്കൊരാഗ്രഹം, കുഞ്ഞിക്കിളിയുടെ മുടി ഒന്ന് കളർ ചെയ്താലോ. എങ്കിൽ പിന്നെ അങ്ങനെ ആട്ടെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിക്കിളി ഉണ്ടായിട്ട് ആദ്യമായിട്ട് അവളുടെ മുടി വെട്ടിയത് റാഷിദ്. അപ്പം ഞാൻ നേരെ റാഷിദിൻ്റെ കടയിൽ ചെന്ന്, എല്ലാ പ്രാവശ്യവും റാഷിദാണ് അവനാണ് വെട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ പോകാൻ ടൈം കിട്ടാത്ത വരാതെ ഞാൻ തന്നെ കുഞ്ഞിക്കിളിയുടെ മുടിയൊന്നും വിട്ടു. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങൊക്കെ പോകേണ്ടതായതുകൊണ്ട് ഒരാഗ്രഹം, എന്നാൽ പിന്നെ സ്റ്റൈലായിട്ടങ്ങ് വെട്ടിയേക്കാലെന്ന് ഓർത്ത് ഞാനും വീണാമയും കുഞ്ഞി നേരെ റാഷിദിൻ്റെ കടയിൽ ചെന്നേച്ച് ഇത് കണ്ടില്ലേ, കച്ചപ്പൂച്ച എന്ന് പറഞ്ഞു. അവനാകുമ്പോഴത്തേക്കും നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണ്ട, അവൻ നല്ല ഗംഭീരമായിട്ട് മുടി വെട്ടും. ഇതെല്ലാം വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് വീണാമ പറഞ്ഞ, ചേട്ടായി നമുക്ക് അവിടെ മുടി കളർ ചെയ്താലോ. അപ്പോൾ ആദ്യം മുടി കളർ ചെയ്യാനല്ല നമ്മൾ ആലോചിച്ചത്, ശരിക്കും പറഞ്ഞാൽ അവളുടെ മുടി എങ്ങനെ ഈ ചുരുളിക്കാൻ റാഷിദാണ്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഒരിക്കലും ഈ കൊച്ചിൻ്റെ മുടി നമ്മൾ ചുരുളിക്കരുത്, അത് ഭയങ്കര കെമിക്കലൊക്കെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ മുടി കളർ ചെയ്തേക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ മുടിയുടെ കളറിൻ്റെ കുറേ സാധനം, അവർ കുറേ കളറൊക്കെ അമ്മ കാണിച്ചു, റെഡും അതും ഇതൊക്കെ കാണിച്ചപ്പോഴത്തേക്കും ഇത് ഞാൻ ചൂസ് ചെയ്ത കളറാണ് കേട്ടോ. വീണാമ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള കളറാണ് അവൾ പറഞ്ഞത്, അതായിരിക്കും നല്ലതെന്ന്. ഇത് കലക്കുന്ന കണ്ടപ്പോൾ വീണ കുഞ്ഞിക്കിളി ഓർത്തേണ്ട കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നു പാവം. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തന്നെ ചൂസ് ചെയ്ത കളറാണത്. തോൽവി ആയെന്ന് തോന്നുന്നുണ്ടോ വീണാമ? വലിയ തോൽവിയൊന്നും അല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്കും കൂടെ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, അവൻ നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ച സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കുറവാണെന്ന് പറഞ്ഞ് ഞാനും കൂടെ വാരി അങ്ങ് തേച്ച്, കുറച്ച് ഫ്രണ്ടിൽ ശകലം കൂടിപ്പോയി. എന്നിരുന്നാലും നല്ല ഭംഗിയാണെന്ന് എനിക്ക് തോന്നി. ഒരു രസമല്ലേ അല്ലേ വീണമേ? അവളുടെ ഒരാഗ്രഹമല്ലേ അത്. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ എന്തൊക്കെ കാണിച്ചു വെക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹങ്ങൾ, അതങ്ങ് സാധിച്ച്. ഇത് കണ്ടില്ല, മുടിയൊക്കെ ഇങ്ങനെ അങ്ങ് പിടിച്ച്. ഇനി ഇതിലൊന്നും അല്ല രസമിരിക്കുന്നത്, നിങ്ങൾ ഇതിൻ്റെ ബാലൻസ് നിങ്ങൾ കണ്ടോണം. എന്നാ ചാട്ടവും ബഹളമായിരുന്നു അറിയോ കുഞ്ഞിക്കിളി. ഇവിടുന്ന് മുടി കളർ ചെയ്യണം, മുടി വെട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ഓട്ടവും ബഹളമായിരുന്നു. അതെ എന്നാൽ പിന്നെ അവിടെ ഒരു ആഗ്രഹമല്ലേ എന്ന് ഓർത്ത് ഞങ്ങൾ കൊണ്ട് ചെയ്യിച്ചതാണ്. എങ്ങനെ ഉണ്ട് ഇത് കണ്ടോ, ഫുള്ള് സാധനം സെറ്റ് വെച്ചിരിക്കുക കേട്ടോ. ഞാൻ അപ്പുറത്ത് പോയിരിക്കുകയായിരുന്നു കേട്ടോ. 2 പേരും കൂടി എവിടെ നിന്നുണ്ട് തലമുടി കളർ ചെയ്തുകൊണ്ടിരുന്നത്. കളർ ചെയ്ത കൊച്ചിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണണ്ടേ. മോള് ഉറങ്ങിപ്പോയി, കയ്യൊക്കെ വെച്ചേക്കുന്നുണ്ടോ കേസ്. എത്ര മിനിറ്റാ? 45 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ അറിയാമെന്ന് പറഞ്ഞാൽ. അങ്ങനെ 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തെ ഈ സാധനം എല്ലാം കൂടെ വലിച്ചു കുറയ്ക്കും കേട്ടോ. വീണാമയ്ക്ക് സത്യം പറഞ്ഞ് കുറേ നേരമായിട്ട് അതിന് തിന്നിട്ട് അവൾ ഉറക്കം തൂങ്ങി നിൽക്കുക. അതിനെ കുറിച്ച് കുഞ്ഞിക്കിളി ഇരിക്കുന്നുണ്ട്, കഷ്ടം തോന്നി കേട്ടോ. അവൾ നോക്കി, അവളിതൊന്നും അറിയുന്നില്ല, കഷ്ടം. എന്നിരുന്നാലും ഞങ്ങളതെല്ലാം കൂടെ വലിച്ചു കുറച്ചപ്പോഴത്തേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ട് പൊന്നെ എൻ്റെ കുഞ്ഞ് കിടന്ന് ഉറങ്ങുന്നുണ്ടോ, കുഴപ്പമില്ലാത്ത കൊണ്ട്. അവിടെ സത്യം പറഞ്ഞാൽ അവൻ ചെറുതായിട്ട് വെച്ചാൽ ഞാൻ പിന്നെ അത് പിടിച്ച് വലുതാക്കി. അപ്പോൾ എന്തായാലും നമ്മളിതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് കുഞ്ഞിക്കിളിയുടെ മുടി കളർ ചെയ്തത്? താങ്ക് യു റാഷിദ്, താങ്ക് യു. കണ്ടില്ലേ, ഒരു കുട്ടികൾ പോലും കയ്യിൽ 10 പൈസ ഇല്ലാതിരിക്കുന്ന അച്ഛന്മാരോട് ഇമാതിരി പണി കാണിക്കരുത്. ഫാഷനാണത്രേ, ഫാഷൻ.